എല്ലാവർക്കും നമസ്കാരം. ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല. മെമ്പർഷിപ്പ് എടുത്തു വരാൻ ശ്രമിക്കാട്ടോ എല്ലാവരും. അപ്പോൾ ഇന്ന് മഞ്ജുഷയുടെ അനുഭവമാണ്. നമ്മുടെ അംഗനവാടി ടീച്ചർ മഞ്ജുഷയുടെ ഹസ്ബൻഡിൻ്റെ ജന്മദിനമാണ്. മഞ്ജുഷയുടെ വക ഇന്ന് ഗ്രൂപ്പിലൊരു കൃഷ്ണവിഗ്രഹം സമ്മാനമുണ്ട്. അപ്പം നമുക്ക് വേഗം അനുഭവത്തിലേക്ക് പോവാം. നമസ്കാരം സാർ, ഞാൻ മഞ്ജുഷ, ത്രിമധുരം കുടുംബത്തിലെ ഒരു അംഗമാണ്. എനിക്ക് ഈ ജൂൺ മാസത്തിൽ ഉണ്ടായിട്ടുള്ള 2 അനുഭവങ്ങളെക്കുറിച്ച് പറയാം. എനിക്ക് ഈ മാസം ഒരു സ്കാനിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ത്രിമധുരം കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്കിട്ടിരുന്നു. രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ണനോട് പറഞ്ഞു, എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഉച്ചയ്ക്ക് അലങ്കാരം വരുമ്പോൾ ചതുർബാഹുവായിട്ട് വരണേ എന്ന്. ഗ്രൂപ്പിൽ ഞാൻ അലങ്കാരം ഇട്ടതും ചതുർബാഹുവിൻ്റെ പിക്ചറായിരുന്നു. ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ സരളമ്മയും ബിന്ദു ചേച്ചിയും ഷാർജയിലുള്ള മെസ്സേജ് ഇട്ടു. കൂടാതെ എൻ്റെ മെസ്സേജ് ഗ്രൂപ്പിൽ കണ്ടപ്പോൾ ഒത്തിരി ആളുകൾ എനിക്ക് പേഴ്സണലായി മെസ്സേജ് ഇട്ടിരുന്നു. ബിന്ദു ചേച്ചി പറഞ്ഞു, പേടിക്കേണ്ട മോളെ, ഭഗവാൻ ഒരു കയ്യിൽ ഓടക്കുഴലും ഒരു കയ്യിൽ താമരയുമായി മോളുടെ കൂടെ വരും. ഉച്ചയ്ക്ക് അലങ്കാരം വന്നപ്പോൾ ചേച്ചിയുടെ മെസ്സേജ് വന്നു, മോളെ ഒരു താമരയ്ക്ക് പകരം കണ്ണൻ 2 താമര കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ചിരിച്ചുപോയി. ഗ്രൂപ്പിൽ അലങ്കാരം നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ ചതുർബാഹു, അതിൽ 2 കയ്യിലും താമര. എനിക്ക് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. ഇനി രണ്ടാമത്തെ അനുഭവം പറയട്ടോ. ഞാൻ പറ്റുന്ന ദിവസമെല്ലാം സന്ധ്യയ്ക്ക് നാരായണീയം വായിക്കും. കുറച്ച് ദിവസം മുന്നേ ഞാൻ നാരായണീയം വായിച്ചു തീർന്നിട്ട് കണ്ണനോട് പറഞ്ഞു, കണ്ണാ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സ്വപ്നത്തിൽ നീ എനിക്ക് ഏതെങ്കിലും രൂപത്തിൽ കാണിച്ചു തരുമോ എന്ന്. അന്ന് രാത്രി ഉറങ്ങിയ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഒരു കൊച്ചു കുഞ്ഞ്, അത് ജനിച്ചതേയുള്ളൂ. ഞാൻ ആ കുഞ്ഞിനെ നോക്കി നിന്നപ്പോൾ അതെൻ്റെ മുഖത്ത് നോക്കി നന്നായിട്ട് ചിരിക്കുന്നു. ഞാനും ചിരിച്ചു. പെട്ടെന്ന് തന്നെ ആ കുഞ്ഞ് കമഴ്ന്ന് മുട്ടിലെഴഞ്ഞ് മുന്നോട്ട് പോയി. ഞാൻ ഉച്ചത്തിൽ പറഞ്ഞു, അയ്യോ, ആ കുഞ്ഞ് ഇപ്പോൾ ജനിച്ചതേ ഉള്ളൂ, അതിൻ്റെ കാൽമുട്ടിൻ്റെ എല്ല് പൊട്ടിപ്പോവും. അത് പറഞ്ഞിട്ട് പുറകെ കുഞ്ഞിനെ എടുക്കാൻ ഓടിട്ടോ. കുഞ്ഞാണെങ്കിൽ കുറച്ച് ദൂരം ഇഴഞ്ഞ് മുന്നോട്ട് പോയിട്ട് തിരിഞ്ഞ് എന്നെ നോക്കി ചിരിച്ചു കേട്ടോ. അപ്പോഴേക്കും ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. രാവിലെ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അത് കേട്ടിട്ട് ചേട്ടൻ പറഞ്ഞു, നിനക്ക് മാത്രമേ എപ്പോഴും സ്വപ്നമുള്ളൂ, ഞാനൊന്നും ഒരു സ്വപ്നവും കാണുന്നില്ലല്ലോ എന്നുള്ള പതിവ് കമൻറ്റ് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമായി. ഞാൻ പറഞ്ഞു, കണ്ണൻ്റെ ഭക്തർ എപ്പോഴും സ്വപ്നം കാണുമെന്ന്. ഇന്നലെ ഞാനൊരു ബുക്കിൽ വായിച്ചിട്ടോ. അത് മറുപടി കൊടുത്തിട്ട് ഗ്രൂപ്പിൽ മുട്ടുകുത്തി നിൽക്കുന്ന കണ്ണൻ്റെ അലങ്കാരം പിക്ചർ ഇട്ടു. എൻ്റെ മനസ്സിൽ വേറെ ഒരു അലങ്കാരവും അപ്പോൾ വന്നില്ല. ഞാൻ ഈ സ്വപ്നത്തിലെ അലങ്കാരം ഇട്ടതിൻ്റെയും കാര്യം സരളമ്മയോടും ബിന്ദു ചേച്ചിയോടും എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ചേച്ചിയോടും പറഞ്ഞുട്ടോ. അങ്ങനെ അലങ്കാരം വരുന്നത് കാത്ത് എല്ലാവരും ആകാംക്ഷയോടെ ഇരുന്നു. എനിക്ക് ജോലി തിരക്ക് കാരണം ഫോൺ നോക്കാൻ ടൈം കിട്ടിയില്ല. ഉച്ച കഴിഞ്ഞ് ഫോൺ നോക്കിയപ്പോൾ ബിന്ദു ചേച്ചിയുടെ മെസ്സേജ്, മോളെ, അലങ്കാരം മുട്ടിലെറിയുന്ന കണ്ണൻ. ഞാൻ പെട്ടെന്ന് ഗ്രൂപ്പിൽ അലങ്കാരം നോക്കി. ഞാൻ കണ്ട സ്വപ്നത്തിലെ അതേ മുട്ടിലെഴിയുന്ന കണ്ണൻ. ഞാൻ ഫോൺ നോക്കി കരയുന്നത് കണ്ടപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചി കാര്യം തിരക്കി. ഞാനൊന്നും പറയാതെ അലങ്കാരം കാണിച്ചു കൊടുത്തു. ആ ചേച്ചിയുടെ കണ്ണ് നിറഞ്ഞു. സരളമ്മയും മെസ്സേജ് ഇട്ടു. അമ്മയ്ക്കും സന്തോഷമായി. കണ്ണൻ കൂടെയുണ്ടെന്ന് ഇതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? അല്ലേ? ഭഗവാനെ വിശ്വസിക്കൂ, പരീക്ഷിക്കും, കൈവിടില്ലാട്ടോ ഒരിക്കലും. എന്താ മഞ്ജുഷ? നമ്മുടെ പ്രിയ സുഹൃത്തുക്കളിൽ ഒരാളാണ് മഞ്ജുഷ. ഈ ഗ്രൂപ്പിൽ പറയുന്ന ബിന്ദു ചേച്ചിയും പിന്നെ സരളാമ്മ എൻ്റെ അമ്മയാണ്. അപ്പം ഒന്നും പറയാനില്ല. ഈ അനുഭവം അങ്ങനെ മനസ്സിൽ തട്ടുന്ന കുറേ അനുഭവങ്ങളാണല്ലേ. മഞ്ജുഷയുടെ ഈ അനുഭവം ഇന്ന് തന്നെ വായിക്കണമെന്ന് അമ്മയ്ക്കൊരു നിർബന്ധമായിരുന്നു. ഇന്ന് ബർത്ത്ഡേ ഒക്കെ ആണല്ലോ. അപ്പം മഞ്ജുഷയ്ക്കും എല്ലാവർക്കും വേണ്ടിയായിട്ട് ഇത് സമർപ്പിക്കുകയാണ്, ഭഗവാന് സമർപ്പിക്കുകയാണ്. വേറെ എന്താ, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. മെമ്പേഴ്സിൻ്റെതാണ് മാക്സിമം നമ്മൾ വായിക്കുക. പിന്നെ അതിന് കൂടെ മെമ്പേഴ്സിൻ്റെ അല്ലാത്തതും വായിക്കാൻ ശ്രമിക്കൂ കേട്ടോ. ഇതിപ്പം വായിക്കുമ്പോൾ നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താ കഥ? ഹരേ കൃഷ്ണ.